ഹായ് ഡിയേഴ്സ്, ലച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ പൊതുവെ കുട്ടികൾക്ക് ഇത്തിരി മടിയാണല്ലോ, പ്രത്യേകിച്ചും പാലക്കൊക്കെ. ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്തു നോക്കി അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസാണ് ഇട്ടത്. അരി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി ഇപ്പോൾ വെന്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാർത്തെടുക്കാം. 1/2 കപ്പ് പാലക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചൂടാക്കണം. പാലക്കിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കണത്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. വെള്ളത്തോടെ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി, അത് ഞാൻ 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 1 വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. 10 കാഷ്യൂനട്ട് പകുതി പൊളിച്ചതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്ക, 1 പട്ട ചെറിയ പീസുകളാക്കിയത്, പിന്നെ ഗ്രാമ്പു 2 എണ്ണം, ബേ ലീഫ്, പിന്നെ ഒരു 5 കുരുമുളക് ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലക്കിൽ അധികമുള്ള വെള്ളം വറ്റുന്നത് വരെ ഫ്ലെയിം ഇത്തിരി കൂട്ടി വയ്ക്കണം. പാലക്ക് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പറയണത്. ഇപ്പോൾ പാലക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.